അതിൻ്റെ പേര് ഫത്ഹ. പറഞ്ഞാട്ടെ, ഫത്ഹ, ഫത്ഹ. അതെ, ഇതിൻ്റെ പേര് ലമ്മ. പറയൂ, ലമ്മ, ലമ്മ. അതെ. ഇനി ഇത് താഴെ എഴുതുന്നത്, ഇതിൻ്റെ പേര് കസ്റ. എന്താണ്? കസ്റ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഇവിടെ ശ്രദ്ധിക്കുക. ഒരു വരയുടെ മുകളിലും താഴെയുമാണ് എഴുതിയിട്ടുള്ളത്, അല്ലേ? രണ്ടെണ്ണം വരയുടെ മുകളിലാണ്, ഒന്ന് വരയുടെ താഴെയാണ്. ആദ്യത്തേത് ഫത്ഹ. ഈ ഫത്ഹയാണ് അബ് എന്നതിൽ നാം ഹംസയുടെ മുകളിലിട്ടത്. അബ് നോക്കിയാട്ടെ, അലിഫ് എഴുതി, ഹംസ എഴുതി, അതിൻ്റെ മുകളിൽ എഴുതിയത് എന്താണ്? ഫത്ഹ. അതെ. ഇത് ലമ്മ. എന്താണ്? ലമ്മ. ഉദുനിൽ നാം ഊ പഠിച്ചില്ലേ? അവിടെ അലിഫ് എഴുതി, ഹംസ എഴുതി, അതിൻ്റെ മുകളിൽ വരച്ചത് ലമ്മ. മനസ്സിലായോ? ഇനി നാം ഇന്നു പഠിച്ചത് ഇറം. അതിൽ അലിഫ് എഴുതി, താഴെ ഹംസ എഴുതി, അതിൻ്റെ താഴെ ഇട്ടതിൻ്റെ പേര് കസ്റ. ഒന്നുകൂടെ പറയാം, ഫത്ഹ, ലമ്മ, കസ്റ. ഫത്ഹയും ലമ്മയും അക്ഷരത്തിൻ്റെ മുകളിൽ എഴുതുന്നു, കസ്റ അക്ഷരത്തിൻ്റെ താഴെ എഴുതുന്നു. മനസ്സിലായോ? കിതാബിൽ നോക്കിയാട്ടെ.